കൊടുംചൂടിൽ ജനം വിയർത്തൊലിക്കുന്നതിനിടെ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി KSEB 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം വേണ്ടിവരും എന്നാണ് അറിയിപ്പ്. വൈദ്യുതി ബിൽ കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയില്ല എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി മുടക്കത്തിനെതിരെ KSEB ഓഫീസുകളിൽ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു. കനത്ത വേനലിൽ പലയിടത്തും അപ്രഖ്യാപിത പവർ കട്ട് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് KSEB വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചത്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം. വൈദ്യുതി നിയന്ത്രണം SMS വഴി മുൻകൂട്ടി അറിയിക്കും. പ്രതിസന്ധി നേരിടാൻ മുന്നൊരുക്കമുണ്ടായില്ല എന്ന റെഗുലേറ്ററി കമ്മീഷന്റെ വിമർശനം പരിശോധിക്കുമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോറിന്റെ കീഴിൽ ആ കപ്പാസിറ്റിയിൽ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിംഗ് അല്ല. ഇന്നലെ 250 മെഗാവാട്ട് കിട്ടിയതോടുകൂടി ലോഡ് ഷെഡിംഗ്. ഇക്കഴിഞ്ഞ രാത്രിയിൽ പലയിടത്തും അപ്രഖ്യാപിത പവർ കട്ടുണ്ടായി. രാത്രി ഉറങ്ങാനാകാതെ ജനങ്ങൾ വലഞ്ഞു. യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും തരാതെയാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 11 മണിക്ക് കറണ്ട് പോയി. ഇന്നലെ രാത്രി 1:30ക്കാണ് കറണ്ട് വന്നിരിക്കുന്നത്. നല്ല ഉറക്കം പിടിക്കുന്ന സമയത്ത് പുറത്തു വന്നിട്ട് KSEBക്കാരെ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല. ആലപ്പുഴ നഗരസഭയിലെ വൈദ്യുതി തടസ്സത്തിൽ KSEB ഓഫീസിൽ നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. അപ്രഖ്യാപിത പവർകട്ടിൽ ചൂട്ടും വിഷറിയും പായയുമായി കൊല്ലം ഓലയിൽ KSEB ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കനത്ത വേനലിൽ KSEB ഡാമുകളിൽ ജലസംഭരണ ശേഷി കുറഞ്ഞു. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുകയാണ്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ശമനമില്ലാതെ കൊടുംചൂട് തുടരുകയാണ്. പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളി ജയന് സൂര്യാതപമേറ്റു. ചൂടിന് ആശ്വാസമായി ബുധനാഴ്ച മുതൽ വേനൽമഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ പ്രവചനം. പാലക്കാട് വീണ്ടും ചൂട് കൂടി 40.1 ഡിഗ്രിയിലെത്തി. കൊല്ലത്ത് 39.5 ഡിഗ്രിയാണ് ഇന്നത്തെ താപനില. 3 തൊട്ട് 5 ഡിഗ്രി വരെ ചൂട് എല്ലാ ജില്ലകളിലും കൂടാനും സാധ്യതയുണ്ട്. താപനില ഉയരുന്നതും അന്തരീക്ഷ ഈർപ്പവും മൂലം അത്യുഷ്ണം അനുഭവപ്പെടുകയും ഉഷ്ണതരംഗ സമാന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൂടിലെ വർധനവ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും മരണത്തിന് വരെ കാരണമായേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പകല് 11 മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ശരീരത്തിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പകൽ സമയങ്ങളിൽ ജനങ്ങൾ സ്വയം ലോക്ഡൌൺ ചെയ്യണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ അഭ്യർത്ഥന. തുടർച്ചയായി കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും കാരണമായേക്കും. സംസ്ഥാനത്ത് 29 മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് മഴയ്ക്ക് സാധ്യത. അതിനിടെ സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി ഇന്ന് സൂര്യതാപമേറ്റു. പാലക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളി ജയനാണ് പൊള്ളലേറ്റത്. 24 തിരുവനന്തപുരം. പാമ്പുഭീതിയിൽ നാട്. സംസ്ഥാനത്ത് പാമ്പുഭീതി അകലുന്നില്ല. പാമ്പ് കടിയേറ്റ് 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വീടുകളിലും മറ്റ് ജനവാസ മേഖലകളിലും ഇന്നും പാമ്പുകളെ കണ്ടെത്തി. ഇന്നലെ പാമ്പ് കടിയേറ്റ കണ്ണൂർ പട്ടുവം സ്വദേശി നമ്പ്രൂർ നാരായണി ഗുരുതരാവസ്ഥയിലാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നാരായണി. മലപ്പുറം എടപ്പാൾ 21-കാരി ഷഹലയ്ക്ക് ഇന്ന് രാവിലെയാണ് പാമ്പ് കടിയേറ്റത്. ഷഹല കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ 64-കാരൻ ഭുവനചന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് പൂനൂർ സ്വദേശി മുഹമ്മദ് അൻസാർ പാമ്പ് കടിയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച നിലമ്പൂർ രാമംകുളത്ത് കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ പാമ്പ് കടിയേറ്റ 13-കാരൻ അപകടനില തരണം ചെയ്തു. കോഴിക്കോട് കുറ്റ്യാടിയിൽ വീടിനുള്ളിൽ നിന്നും 5 പാമ്പുകളെ പിടികൂടി. മീത്തലെ കാപ്പുമ്മൽ രമേശിന്റെ വീട്ടിൽ നിന്നാണ് വെള്ളിക്കെട്ട് ഇനത്തിലുള്ള പാമ്പുകളെ പിടിച്ചത്. വൈപ്പ് എണീക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് തലേൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വെള്ളിക്കെട്ടൻ പാമ്പിനെ അവിടുന്ന് പിടിച്ചു. അത് കഴിഞ്ഞ് ഒരു ഉച്ച സമയത്ത് വീണ്ടും വീടൊക്കെ നന്നാക്കി. ആ സമയത്ത് പിന്നെയും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണത്തിനെ പിന്നെയും കിട്ടി. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ നെല്ലിക്കാപ്പറമ്പ് അങ്കണവാടിക്ക് സമീപത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. പത്തനംതിട്ട കോന്നി ഇളക്കൊള്ളൂർ സ്വദേശി നന്ദകുമാറിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ വീണ്ടും പെരുമ്പാമ്പിനെ കണ്ടെത്തി. ഇത് 3ാമത്തെ പാമ്പിനെയാണ് ഇവിടെ നിന്നും പിടിക്കുന്നത്. 2 പാമ്പുകളെ ഇതിനകം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ രാവിലെ കിട്ടിയതാണ്, മുറ്റത്ത് നിന്ന് കിട്ടിയതാണ്. ഇനിയും പാമ്പുകൾ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെയും വിചാരം. അതിനാൽ ഫോറസ്റ്റുകാർ വന്ന് ഇതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണം. ആലപ്പുഴയിൽ ഇന്നലെ മാത്രം 7 പേർക്ക് പാമ്പ് കടിയേറ്റു. ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. 24 പുറത്തുവിട്ട ആ വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇടുക്കി നെടുങ്കണ്ടത്ത് മാതാവിനെയും മകനെയും
കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന സംശയം. ഇപ്പോൾ ഒരു കുഴിക്കുള്ളിൽ 2 മൃതദേഹം അവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. പച്ചടി സ്വദേശികളായ മറിയക്കുട്ടി, മകൻ റെജി എന്നിവരെ ഈ മാസം 9 മുതൽ കാണാതായി എന്നാണ് മകൾ പോലീസിന് നൽകിയ പരാതി. മറിയക്കുട്ടിയുടെ ഇളയ മകൻ സജി ഇന്നലെ വൈകിട്ട് മുതൽ അവിടെ ഇല്ല എന്നുകൂടി പോലീസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മറിയക്കുട്ടിയും 70 വയസ്സുള്ള മറിയക്കുട്ടിയുടെ ഒരു മകൻ റജിയെയും കാണാനില്ല എന്ന് പറഞ്ഞ് പരാതിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, മിസ്സിങ്ങിന് കേസെടുത്തു 57 KP ആക്ട് പ്രകാരം. അതിൻ്റെ ബേസിൽ അന്വേഷണം നടത്തി. പക്ഷേ മനസ്സിലാകുന്ന കാര്യം ഇവരുടെ വേറൊരു മകനും കൊണ്ടുണ്ട്, സജി ഇന്നലെ വൈകുന്നേരം മുതൽ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൽ നേരത്തെയും ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങോട്ടും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരി, രാഹുൽ വിജയൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഈ സംഭവ സ്ഥലത്ത് നിന്ന്. രാഹുൽ, അപ്പോൾ ഈ 2 മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? ഉന്മേഷ്, അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫോറൻസിക്കിന്റെ പരിശോധന, മണ്ണുമാറ്റിയുള്ള പരിശോധന ഇവിടെ തുടരുകയാണ്. 2 മൃതദേഹങ്ങൾ കുഴിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ പോലീസിന് ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നു. എന്തായാലും സ്ഥിരീകരിക്കപ്പെടുകയാണ്, 2 മൃതദേഹങ്ങൾ ആ കുഴിക്കകത്തുണ്ട്. ഇനി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കാം അത് ആരുടെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഉറപ്പ് പറയാൻ കഴിയുകയുള്ളൂ. അത് മറിയക്കുട്ടിയുടെയും അതുപോലെ തന്നെ മകൻ റെജിയുടെയുമാണ് എന്നുള്ളൊരു സംശയമാണ് പോലീസിനുള്ളത്. അങ്ങനെയാണ് നിലവിൽ കരുതുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ കാണാനില്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ പോലീസ് ഇവിടെ എത്തി പരിശോധന തുടരുന്ന സമയത്ത് ഒരു കുഴി എടുത്ത് മണ്ണ് മൂടിയിട്ടിരിക്കുന്നു. ആ മണ്ണ് മാറ്റിയ ഉടൻ തന്നെ അതിൽ പുരുഷന്റേതായി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു പാന്റ് ധരിച്ച ഒരു കാല് മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് ആ പരിശോധന അവിടെ അവസാനിപ്പിച്ച് ഫോറൻസിക്കിന്റെ സംഘം എത്തുന്നവരെ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും അല്പസമയം മുമ്പ് ഫോറൻസിക് സംഘം എത്തുകയും കുഴിയിൽ നിന്ന് കൂടുതൽ മണ്ണ് മാറ്റി പരിശോധന നടത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുഴിക്കുള്ളിൽ തന്നെ 2 പേരുടെയും മൃതദേഹം ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു. ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയുമാണ്. അത് മറിയക്കുട്ടിയുടെയും റെജിയുടെയും ആകും എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. എന്തായാലും അത് പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ വേണ്ടിയുള്ള മണ്ണുമാറ്റിയുള്ള പരിശോധനയാണ് നിലവിൽ ഇവിടെ വീടിന്റെ പരിസരത്ത് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഈ മറിയക്കുട്ടിയുടെയും റെജിയുടെയും ഒപ്പമുണ്ടായിരുന്ന ഈ മറിയക്കുട്ടിയുടെ ഇളയ മകനായിട്ടുള്ള സജിയെ കാണാനില്ല. ഇന്നലെ വൈകിട്ട് 5:30 അദ്ദേഹം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന ആളാണ് സജിയെ കണ്ടു കിട്ടുന്നവർ പോലീസിൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ആളുകളുമായി വലിയ ഇടപഴകാത്ത, ആളുകളുമായി വലിയ ബന്ധം പുലർത്താത്ത ഒരാളായിരുന്നു ഈ സജി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുടുംബം ഒന്നാകെ അങ്ങനെയായിരുന്നു. അയൽവാസികളുമൊന്നുമായി വലിയ സഹകരണമോ അല്ലെങ്കിൽ അവരുമായി വലിയ അടുപ്പമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ 9-ാം തീയതിയാണ്, ഏപ്രിൽ 9-നാണ് ഇരുവരെയും കാണാതാകുന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ആ വിവരം. കഴിഞ്ഞ ദിവസം പലതവണ ഈ മറിയക്കുട്ടിയുടെ മകൾ സിനി ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴൊക്കെ സജി ഇവരിവിടെ ഇല്ല, ധ്യാനത്തിന് പോയിരിക്കുകയാണ്, ആശുപത്രിയിൽ പോയിരിക്കുകയാണ്. അത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള നാട്ടുകാർ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിയിക്കുന്നുണ്ടോ? നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചിരുന്നുവല്ലോ ഈ കുടുംബത്തിൽ എന്തൊക്കെയോ തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്ന്. നാട്ടുകാരും അത് തന്നെയാണോ പറയുന്നത് രാഹുൽ? നമ്മൾ നാട്ടുകാരായിട്ടുള്ള ആളുകളോട് പ്രതികരണം തേടുമ്പോഴും അവരും പറയുന്നത് നേരിയ പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നതായാണ്. പക്ഷെ വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകുന്നു അല്ലെങ്കിൽ ആളുകൾ വലിയ തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിൽ തോന്നിപ്പിക്കുന്ന പ്രശ്നങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നേരിയ പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അല്പസമയം മുമ്പ് ഈ മകളുടെ ഭർത്താവായിട്ടുള്ള രാജുവിനോട് പ്രതികരണം തേടിയിരുന്നു. അവർ പറഞ്ഞത് ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ മകളെ ഒന്നും ഈ വീട്ടിലേക്ക് കയറ്റാൻ സജിയൊന്നും തയ്യാറായിരുന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ദുരൂഹതകൾ ഒരുപാട് ബാക്കി നിൽക്കുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. ഇതിനിടയിൽ നാട്ടുകാർ ചില ആരോപണങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ റെജിയുടെ പിതാവിനെ 8 വർഷം മുമ്പ് 2018 മെയ് മാസം 4-ാം തീയതി കാണാതാകുന്നു. അത് മെയ് 9 പിന്നീട് പോലീസിൽ പരാതി നൽകി. പക്ഷേ അദ്ദേഹം എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചുവെന്നോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലൊരു ദുരൂഹത കൂടി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കുഴി മണ്ണ് മാറ്റി പരിശോധിച്ചപ്പോൾ 2 മൃതദേഹങ്ങൾ, ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മറിയക്കുട്ടിയും റെജിയും ആകുമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പരിശോധനയിൽ അതിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്ന രാഹുൽ വിജയനാണ് ഇപ്പോൾ നെടുങ്കണ്ടം പച്ചടിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഘടകകക്ഷികളുടെ പിന്തുണയാർജിക്കാൻ കോൺഗ്രസിൽ നീക്കം. മുസ്ലിം ലീഗ് പിന്തുണ വി.ഡി. സതീശനാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നീക്കം. വി.ഡി. സതീശനെ പിന്തുണയ്ക്കുന്ന ലീഗ് തീരുമാനത്തിൽ കോൺഗ്രസിൽ അമർഷം ശക്തമായി. ഫലപ്രഖ്യാപനം അടുത്തോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ അതിന്റെ പാരമ്യത്തിലാണ്. ശനിയാഴ്ച നടന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയാണ് ചർച്ചയിലെ പുതിയ വഴിത്തിരിവ്. വി.ഡി. സതീശന് അനുകൂലമായി ലീഗ് നിലപാടെടുക്കുന്നെന്ന വാർത്ത കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. നിയമസഭാ കക്ഷി നേതാവിനെയും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ലീഗ് അഭിപ്രായം പറയുന്നതിൽ കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് കടുത്ത അമർഷമുണ്ട്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ലീഗ് നിലപാട് പുറത്തു വന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായ നേതാക്കൾ ഘടകകക്ഷികളെ പിന്തുണ നേടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഘടകകക്ഷികളുടെ പിന്തുണ പാർട്ടി തീരുമാനത്തെ സ്വാധീനിക്കില്ലെങ്കിലും പൊതു അന്തരീക്ഷം അനുകൂലമാക്കാൻ ഉപകരിക്കുമെന്ന വിലയിരുത്തലാണ് നീക്കം. പാർട്ടിയിൽ നീക്കങ്ങൾ തകൃതിയാണെങ്കിലും ചർച്ചയുണ്ടാക്കുന്നത് മാധ്യമങ്ങളാണെന്നാണ് KPC നേതൃത്വത്തിന്റെ പഴിചാരൽ. കോൺഗ്രസിൽ ആരെന്ന് തീരുമാനിക്കാനുള്ള ശരിയായ നടപടിക്രമങ്ങളുണ്ട്. അത് പാലിച്ച് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ തീരുമാനം ജനങ്ങളെ അറിയിക്കും. ആ തീരുമാനം മുഴുവൻ കോൺഗ്രസ്സുകാരും അംഗീകരിക്കും, ജനങ്ങളും അംഗീകരിക്കും, മാധ്യമങ്ങളും അംഗീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന പാരമ്പര്യം വിവരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പരസ്യം വന്നതും കോൺഗ്രസിൽ ചർച്ചയാണ്. ഒഴിവുകാലത്ത് കുറച്ച് ജനങ്ങൾക്കൊരു എന്താ പറയേണ്ട ഒരു മൂഡ് ഔട്ട് ആവാൻ പാടില്ലല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ വെടിക്കെട്ടും ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അല്പം ചില വെടിക്കെട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചായിരിക്കും. പക്ഷെ അതൊന്നും പരിധി വിടില്ല. വോട്ടെണ്ണൽ അടുത്തോടെ മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ സമവായം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളും കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം തുടർഭരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ CPIM. ധ്രുവീകരണം മുന്നണിക്കെതിരായാൽ ഭരണ തുടർച്ചയ്ക്ക് സാധ്യത മങ്ങും എന്നാണ് CPIM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്ന ഇത്തവണത്തെ വോട്ടെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ച CPIM ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ഇളക്കമുണ്ടായിട്ടുണ്ടെന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മലബാർ മേഖലയിലടക്കം ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണെന്ന നിഗമനത്തിലാണ് പാർട്ടി നേതൃത്വം. ഇത് ഇടതുമുന്നണിക്ക് എതിരാകുമോ എന്നതാണ് CPIM നേതൃത്വത്തിന്റെ ആശങ്ക. 2016-ലും 2021-ലും ഇടതുമുന്നണിയെ അധികാരത്തെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയാണ്. ഈ പിന്തുണ നഷ്ടപ്പെട്ടാൽ ഭരണം നിലനിർത്തുക പ്രയാസമാണെന്ന് CPIM തിരിച്ചറിയുന്നു. എന്നാൽ ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ ശക്തമായ ധ്രുവീകരണം ഉണ്ടായില്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് നിഗമനം. തുടർഭരണം ഉണ്ടാകും. നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് ജയിച്ചു വരാൻ സാധിക്കുമെന്ന് വിശ്വാസമായിരുന്നു. ന്യൂനപക്ഷ ധ്രുവീകരണം UDF-ന് അനുകൂലമായാൽ തന്നെ കാന്തപുരം വിഭാഗത്തിന്റെയും SDPIയുടെയും വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് CPIM-ന് പ്രതീക്ഷ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് ബദലായി ഭൂരിപക്ഷ സമുദായങ്ങളെ പിന്തുണ കിട്ടിയെന്നും പ്രതീക്ഷിക്കുന്നു. എന്നാൽ SDPIയുടെ പിന്തുണ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് വിഘാതമായോ എന്നതും CPIM-ന്റെ ആശങ്കയാണ്. 24 തിരുവനന്തപുരം. തൊണ്ടുമുതൽ തിരിമറി കേസിൽ സുപ്രീം കോടതിയിൽ മുൻമന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. കേസിലെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ശിക്ഷാവിധിയിൽ പ്രകടമായ പിഴവുകൾ ഇല്ലെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ആന്റണി രാജു രണ്ടാം പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ 3 വർഷം തടവാണ് നെടുമങ്ങാട് കോടതി ശിക്ഷ വിധിച്ചത്. ഈ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത്. ഹൈക്കോടതി നടത്തിയ പരാമർശം നീക്കണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യവും സുപ്രീം കോടതി അംഗീകരിച്ചില്ല. വിധിയിൽ പ്രത്യക്ഷമായ പിഴവുകൾ ഇല്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിലെ ശിക്ഷാവിധി തടയണമെന്ന ആന്റണി രാജുവിന്റെ ആവശ്യം നേരത്തെ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഇതോടെയായിരുന്നു ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. നിലവിൽ ശിക്ഷ നടപ്പാക്കുന്നത് സെഷൻസ് കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതിനാൽ ആന്റണി രാജുവിന് ജയിലിൽ പോകേണ്ടി വരില്ല. ശിക്ഷാവിധി റദ്ദാക്കണമെന്ന അപ്പീൽ നിലവിൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുമാണ്. ലഹരിമരുന്ന് കേസിൽ പ്രതിയായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി എന്നതാണ് കേസ്. 24 ഡൽഹി. തൃശൂർ പൂരത്തിന് പ്രൗഢഗംഭീര പര്യവസാനം. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥിന് മുന്നിലെത്തി ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ 36 മണിക്കൂർ നീണ്ട പൂരാഘോഷങ്ങൾ അവസാനിച്ചു. മുണ്ടത്തിക്കോട് ദുരന്ത പശ്ചാത്തലത്തിൽ പൂര വെടിക്കെട്ട് ഒഴിവാക്കിയിരുന്നു. ഇനി അടുത്ത വർഷം ഏപ്രിൽ 17 നടക്കുന്ന പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. വടക്കുംനാഥന്റെ തെക്കേ നട തുറന്നുള്ള പൂരവിളംബരം, 8 ഘടകപൂരങ്ങളുടെ വരവ്, തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ്, തെക്കോട്ടിറക്കം, കുടമാറ്റം, ഒടുവിൽ വടക്കുംനാഥനെ കണ്ട് യാത്ര പറയാൻ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ കിഴക്കേ നടയിലേക്കെത്തി. പാണ്ടിമേളം കൊട്ടിക്കയറിയതോടെ പകൽപൂരാവേശത്തിന് താളം പിടിക്കാൻ കൈകൾ ആകാശത്തേക്ക് ഉയർന്നു.
പാറമേക്കാവ് ഭഗവതിയെ ശിരസിലേറ്റി തൃക്കടവൂർ ശിവരാജുവും തിരുവമ്പാടിയുടെ തിടമ്പേറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരനും വരവറിയിച്ചു. പാറമേക്കാവ് ഭഗവതി ഗണപതിയെ വണങ്ങി തിരികെത്തിയപ്പോഴേക്കും തിരുവമ്പാടി ഭഗവതിയുമായി ചന്ദ്രശേഖരൻ പടിഞ്ഞാറേ നടയിലൂടെ അകത്തുകയറി വടക്കുനാഥനെ പ്രദക്ഷിണം വെച്ച് പുറത്തിറങ്ങി. ശേഷം ശ്രീമൂലസ്ഥാനത്തെ ദീപസ്തംഭത്തിന് ഇരുപുറവുമായി നിന്ന ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ഇരു ഭഗവതിമാരും തങ്ങളുടെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയപ്പോൾ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പുമായി ജനങ്ങളും തേക്കിൻകാട് വിട്ടു. 24 തൃശൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 16ആയി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുണ്ടന്നൂർ സ്വദേശി രാകേഷ് എന്ന 29കാരൻ ഇന്ന് മരിച്ചു. ഇന്നലെ മരിച്ച എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാട്ടിലെത്തിച്ചു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. തൃശൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു കുണ്ടന്നൂർ സ്വദേശി രാകേഷ്. പുലികളിക്ക് പുലിയായും പൂരക്കാലത്ത് തിരുവമ്പാടിക്കാരുടെ ഉത്സവ കമ്മിറ്റിയിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു ഈ 29കാരൻ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ 40% പൊള്ളലാണ് രാകേഷിന് ഏറ്റത്. ഇന്ന് രാവിലെയായിരുന്നു രാകേഷിന്റെ മരണം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. ഇന്നലെ മരിച്ച മലപ്പുറം എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി. രാകേഷ് കൂടി മരിച്ചതോടെ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ആകെ മരിച്ചവരുടെ എണ്ണം 16ആയി. പരിക്കേറ്റ 2 പേർ നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുണ്ട്. 24 തൃശൂർ. രാജ്യസഭാംഗങ്ങൾ കൂട്ടത്തോടെ കൂറുമാറിയ സംഭവത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും തിരിച്ചടി. BJPയുമായുള്ള 7 എംപിമാരുടെ ലയനം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിച്ചു. മുതിർന്ന നേതാക്കൾ രാജിവെച്ചതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ വിമർശനം ശക്തമായിട്ടുണ്ട്. രാഘവ് ചദ്ദ, സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, അശോക് മിത്തൽ തുടങ്ങി 7 എംപിമാരെയും അയോഗ്യരാക്കണമെന്ന ആം ആദ്മി പാർട്ടിയുടെ ആവശ്യത്തെ നിരസിച്ചുകൊണ്ടാണ് രാജ്യസഭാ അധ്യക്ഷൻ ലയനത്തെ അംഗീകരിച്ചത്. ഇതോടെ രാജ്യസഭയിലെ BJPയുടെ അംഗബലം 106-ൽ നിന്ന് 113-ലേക്ക് വർദ്ധിക്കുകയും ആം ആദ്മി പാർട്ടിയുടെ പ്രാതിനിധ്യം 3 അംഗങ്ങളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. നടപടിക്കെതിരെ ആം ആദ്മി പാർട്ടി നിയമപരമായി പോരാടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയിലെയും പഞ്ചാബിലെയും കൂടുതൽ എംപിമാരെയും MLAമാരെയും മറുകണ്ഠം ചാടിക്കാനുള്ള BJPയുടെ ശ്രമത്തെ ആപ്പിന് ചെറുക്കുകയും വേണം. എന്നാൽ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താതെ പാർട്ടിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് തിരക്കുകളിൽ ഏർപ്പെട്ടത് ഒരു വിഭാഗം നേതാക്കളെ അതൃപ്തരാക്കിയിട്ടുണ്ട്. MLAമാരുടെയും പ്രവർത്തകരുടെയും പിന്തുണയും വിശ്വാസവും ഉറപ്പിക്കേണ്ടത് നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടിയുടെ പ്രതിനിധികളുമായുള്ള കെജ്രിവാളിന്റെ കൂടിക്കാഴ്ച അനിശ്ചിതത്വത്തിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 24 ഡൽഹി. പശ്ചിമേഷ്യൻ സമാധാനത്തിന് അമേരിക്കയ്ക്ക് മുന്നിൽ നിർദ്ദേശങ്ങളുമായി ഇറാൻ. ആദ്യം ഹോർമുസ് തുറക്കുക, ആണവ ചർച്ച പിന്നീട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. സംഘർഷം തുടരുന്നതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി റഷ്യയിൽ വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. പാകിസ്ഥാൻ ഒമാൻ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രാവിലെയോടെ റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെത്തിയത്. വൈകിട്ടോടെ വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്ന അരാക്ചി മേഖലയിലെ സാഹചര്യം അറിയിക്കും. പുടിനുമായുള്ള കൂടിക്കാഴ്ച മേഖലയിലെ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യാൻ നല്ലൊരവസരമായിരിക്കുമെന്നും റഷ്യയുമായുള്ള കൂടിയാലോചനകൾ പ്രാധാന്യമുള്ളതാണെന്നും അബ്ബാസ് അരാക്ചി പറഞ്ഞു. അതിനിടെ സമാധാനത്തിനായുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചു. മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് നിർദ്ദേശങ്ങൾ. ആദ്യം ഹോർമുസ് തുറക്കുക, ആണവ ചർച്ച പിന്നീട് എന്ന നിർദ്ദേശമാണ് ഇറാന്റേത്. ദീർഘകാലത്തേക്ക് വെടിനിർത്തൽ നീട്ടണം, അല്ലെങ്കിൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. അതേസമയം അമേരിക്ക ഇറാനെതിരെ പുറപ്പെടുവിച്ച അന്ത്യശാസനകൾ വിലപ്പോവില്ല എന്ന മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തി. ചർച്ച മുന്നോട്ടു പോകണമെങ്കിൽ അമേരിക്ക ബ്ലാക്ക്മെയിലിംഗും അന്ത്യശാസനകളും അവസാനിപ്പിക്കണമെന്നും അരാക്ചി പുടിൻ കൂടിക്കാഴ്ച നടക്കാനിരിക്കെ റഷ്യ ആവശ്യപ്പെട്ടു. അമേരിക്ക ഇറാൻ 2ാം ഘട്ട സമാധാന ചർച്ചയും അനിശ്ചിതത്വത്തിലായതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഉയർന്ന് ബാരലിന് $107.35 എത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.